വിക്രം, വർഷയെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നത് ശരിയാ. പക്ഷേ ആ സത്യം വർഷയോട് എനിക്ക് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ എന്നെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. വിക്രവുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെ ഞാൻ അവളെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ വിവാഹശേഷവും അങ്ങനൊരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. ശ്യാം എന്തിനാണ് ഒരു കുറ്റസമ്മതം നടത്തുമ്പോൾ എന്നോട് സംസാരിക്കുന്നത്? വിക്രം എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്താ ശ്യാമേത്? എനിക്ക് ഒരു തെറ്റിദ്ധാരണ ശ്യാമിനോടില്ല. എന്റെ ഒരു കൂടപ്പുറപ്പിന്റെ സ്ഥാനത്താണ് ഞാൻ ശ്യാമിനെ കാണുന്നേ. അതാ ആരോരും ഇല്ലാത്ത ഞാൻ എന്റെ സങ്കടങ്ങൾ പറയാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോ എന്റെ വർഷയുടെ സാമീപ്യം അനുഭവപ്പെടുന്ന പോലെ തോന്നും എനിക്ക്. ഒരാശ്വാസം. വിക്രം, വർഷയ്ക്ക് വന്ന ആപത്തില് വിക്രമിനെ പോലെ തന്നെ ഞങ്ങള് സങ്കടപ്പെട്ടിരിക്കുക. എനിക്ക് എന്റെ മകള് നഷ്ടപ്പെട്ടതുപോലെയുള്ള ദുഃഖം എല്ലാ കാലത്തും ഉണ്ടാവും. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയും പിന്നെ ഭാര്യയില്ലാതായ വേദനയും രണ്ടും ക്ഷമയോടെ അനുഭവിക്കാനും സഹിക്കാനുമുള്ള സഹനശക്തി വിക്രമനുണ്ടാവട്ടെ. എന്നെ വർഷയുടെ അച്ഛൻ വിളിച്ചിരുന്നു. വർഷയുടെ മരണാനന്തര കർമ്മങ്ങൾ നടക്കുക. ഞാനതില് സംവദിക്കണമെന്ന് അറിയിക്കാൻ. ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും അച്ഛൻ വിളിച്ചറിയിച്ച കാര്യത്തിന് പങ്കെടുക്കണം തോന്നി. ഞാൻ അങ്ങോട്ട് പോവാം. ഇനിയും വല്ലപ്പോഴൊക്കെ വരണം.